അമേരിക്കയിലെ ഒരു സീനിയർ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് അടുത്ത് നിൽക്കുന്ന സ്റ്റീഫൻ മില്ലർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞത് ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യ തുടർച്ചയായിട്ട് റഷ്യയിൽ നിന്ന് ഇങ്ങനെ ഓയിൽ വാങ്ങിക്കൊണ്ട് യുക്രൈനെതിരായിട്ടുള്ള റഷ്യയുടെ യുദ്ധത്തിന് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഞങ്ങളുടെ ആളുകൾ ഇത് കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ്. ഇന്ത്യ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്ത്യയോടുള്ള അദ്ദേഹത്തിന്റെയും ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെയും ഒരു കടുത്ത എതിർപ്പ് തുറന്നു കാട്ടുകയുണ്ടായി. ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് സ്ട്രോങ് ആയിട്ട് ഇന്ത്യയുടെ നിലപാടിനെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എതിർക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇൻഡോ പസഫിക് റീജിയണിൽ യുഎസിന്റെ ഒരു പ്രധാന പങ്കാളിയാണ് ഇന്ത്യയെങ്കിലും റഷ്യയുടെ യുക്രൈനെതിരായ യുദ്ധത്തിന് ഫണ്ട് ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നത് തങ്ങളെ ഞെട്ടിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ പ്രസിഡന്റ് ട്രംപിന്റെ മുമ്പിൽ എല്ലാ ഓപ്ഷനുകളും ഉണ്ട്. അദ്ദേഹം എല്ലാ ഓപ്ഷൻസും ടേബിളിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഡിപ്ലോമാറ്റിക്കലി ചർച്ച ചെയ്യാം, ഫിനാൻഷ്യലി നമുക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് പരിശോധിക്കാം. ഇന്ത്യ റഷ്യക്ക് ഫണ്ട് ചെയ്യുന്നത് നിർത്തണം, ഇത് ഒരു തരത്തിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി, കഴിഞ്ഞ ഏകദേശം 4-5 പതിറ്റാണ്ടായിട്ട് പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് ഫണ്ട് ചെയ്തുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യിക്കുന്നത് ആരാണ്? സത്യത്തിൽ പാകിസ്ഥാൻ എവിടെ നിന്നാണ് പൈസ? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ പോലും IMF-ൽ നിന്ന് ഫണ്ട് റിലീസ് ചെയ്ത് കൊടുത്തത് ആരാണ്? അമേരിക്കയും അവരുടെ സഖ്യരാജ്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന IMF എങ്ങനെയാണ് പാകിസ്ഥാന് ഫണ്ട് കൊടുക്കുന്നത്? ഇന്ത്യയിലേക്ക് ഭീകരവാദം നടത്തുന്നതിൽ പാകിസ്ഥാൻ സൈന്യത്തിനും ഗവൺമെന്റിനും വരെ പങ്കുണ്ട് എന്നത് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് അറിയാഞ്ഞിട്ടല്ല. കഴിഞ്ഞ ടേമിൽ ഡൊണാൾഡ് ട്രംപ് ഭീകരവാദ രാഷ്ട്രമെന്ന് തന്നെയല്ലേ പാകിസ്ഥാനെ വിളിച്ചത്? അതേ ട്രംപ് തനിക്ക് ഡബിൾ ഡാഡി സിൻഡ്രം ഉണ്ട് എന്ന് ഇന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ, ഇന്ന് പാകിസ്ഥാനെ പുൽകുമ്പോൾ എന്താണ് ഇന്ത്യ മനസ്സിലാക്കേണ്ടത്? ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ഒരു തരത്തിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ ബാധിക്കുന്ന കാര്യമേ ആയിരുന്നില്ല. അമേരിക്കക്കെതിരായിട്ട് എവിടെയും ഇന്ത്യ റഷ്യക്കൊപ്പം നിന്നിട്ടുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ബ്രിക്സിന് ഇന്ന് സ്വന്തമായിട്ടൊരു കറൻസി ഉണ്ടാകുമായിരുന്നു. ഇന്ത്യക്ക് നന്നായിട്ടറിയാം, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ അമേരിക്കയെ പിണക്കിക്കൊണ്ട് നമുക്കൊരിക്കലും നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമല്ല. നമുക്ക് 2047 ഒരു വികസിത ഭാരതമാകണമെന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇങ്ങനെ സഹിക്കുന്നത്. ഈവൻ ചൈനയ്ക്ക് പോലും അമേരിക്കയെ വെല്ലുവിളിക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. കാരണം US വളരെ സമ്പന്നമായ രാജ്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിപണിയാണ്, നമ്മൾ ഏറ്റവും വലിയ കസ്റ്റമറാണ്. നമ്മളൊരു ബിസിനസ് ചെയ്യാണ്, ദിവസം നമ്മുടെ കടയിൽ വന്നിട്ട് ഒരു 5000-നും 10,000-നും ഒക്കെ സാധനം വാങ്ങുന്ന ഒരു റിച്ച് ആയിട്ടുള്ള കസ്റ്റമർ എല്ലാ ദിവസവും വരും. പക്ഷെ അയാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു വല്ലാത്ത ക്യാരക്ടറാണ്, വായി തോന്നിയതൊക്കെ വിടുവായത്തം വിളിച്ചു പറയുന്ന ഒരാളാണ്, ഇറിറ്റേറ്റിംഗ് ആണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കസ്റ്റമറായിപ്പോയി, നമ്മൾ കച്ചവടം ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ കടയിൽ വന്നിട്ട് ദിവസവും ഒരു 10-50 കസ്റ്റമേഴ്സ് വാങ്ങുന്ന അത്രയും തന്നെ മൂല്യമുള്ള സാധനം ഒറ്റയ്ക്ക് ഒരാൾ വാങ്ങിക്കൊണ്ട് പോവാണ്. അപ്പോൾ എങ്ങനെ അയാളെ നമ്മൾ വെറുപ്പിക്കും? അങ്ങ് സഹിക്കും. കാരണം ബിസിനസ്സിൽ കസ്റ്റമർ ആണല്ലോ കിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനമാണ്. നോക്കൂ, US-ഉം ഇന്ത്യയും തമ്മിലുള്ള ട്രേഡിൽ $40 ബില്യൺ മുകളിലാണ് ട്രേഡ് ഡെഫിസിറ്റ് ഉള്ളത്. അതായത് അമേരിക്ക ഇങ്ങോട്ട് അയക്കുന്നതിനേക്കാൾ ഏകദേശം $40 ബില്യൺ മുകളിൽ സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് അവരുടെ വിപണിയിലോട്ട് അയക്കുന്നുണ്ട്. ഇതാണ് ട്രംപ് പിടിച്ചു വെച്ചിട്ടുള്ള ട്രംപിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മേൽ കുതിര കയറാനായിട്ട് ട്രംപ് ഉപയോഗിക്കുന്നത് ഈ ട്രേഡ് ഡെഫിസിറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. പക്ഷെ ഇന്ത്യക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല US മാർക്കറ്റ്. അപ്പൊ ഇന്ത്യ എങ്ങനെയൊക്കെ അമേരിക്കയെ ഒന്ന് മയപ്പെടുത്താൻ പറ്റുമോ? നമ്മളൊരു പൊസിഷനിലേക്ക് എത്തുന്നത് വരെയെങ്കിലും നമുക്കത് കൺട്രോൾ ചെയ്ത് അമേരിക്ക പിണക്കാതെ പോയാലേ പറ്റൂ. അമേരിക്ക പിണക്കി എന്ന് പറഞ്ഞിട്ട് അമേരിക്ക നമ്മളെ പിടിച്ച് മൂക്കിൽ കയറ്റാനൊന്നും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇറാനെയും അല്ലെങ്കിൽ ഉത്തര കൊറിയയും ഒക്കെ അമേരിക്കയുടെ മൂക്കിലിരിക്കേണ്ടതാണ്. അപ്പൊ അവരെ ഒന്നും മൂക്കി വലിച്ചു കയറ്റാത്ത അമേരിക്കയ്ക്ക് ഇന്ത്യയെ കയറ്റാൻ ഒട്ടും പറ്റില്ല. പക്ഷെ നമുക്ക് US-നെ വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സഹിക്കുകയാണ്. പക്ഷെ ഇവരുടെ ഇരട്ടത്താപ്പ്, വെസ്റ്റേൺ രാജ്യങ്ങളുടെ വെള്ളക്കാരുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് ലോകം ഓരോ നിമിഷം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാന് IMF-ൽ നിന്ന് ഫണ്ട് റിലീസ് ചെയ്യുന്നു, കട്ടപ്പുറത്ത് കിടക്കുന്ന അവരുടെ F-16 വിമാനങ്ങൾ നന്നാക്കാനുള്ള പൈസ കൊടുക്കുന്നു, അതിനു വേണ്ട സഹായം കൊടുക്കുന്നു. ഇങ്ങനെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പാകിസ്ഥാനെ മറ്റൊരു തലത്തിൽ സഹായിക്കുന്ന അമേരിക്ക പറയാണ് യുക്രൈനെതിരായിട്ടുള്ള റഷ്യയുടെ യുദ്ധത്തിൽ നമ്മൾ റഷ്യക്ക് ഫണ്ട് ചെയ്യുവാണെന്ന്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയൊന്നും അല്ല.
നമ്മുടെ ഡിഫൻസ് പാർട്ണറാണ് റഷ്യ. നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന അവരുടെ അടുത്തു നിന്നാണ്. നമ്മളുമായിട്ട് നല്ല ടേംസിലാണ്. UN രക്ഷാസമിതിയിൽ പലപ്പോഴും ഇന്ത്യക്ക് ആവശ്യം വന്നിട്ടുള്ളപ്പോഴൊക്കെ വീറ്റോ അധികാരം ഇന്ത്യക്ക് വേണ്ടിയിട്ട് യാതൊരു മടിയും കൂടാതെ ഉപയോഗിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് റഷ്യ. എന്നാൽ അമേരിക്ക അങ്ങനെയല്ല. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് റഷ്യയുമായിട്ടുണ്ട്. ഈ അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ ഫണ്ട് ചെയ്യാം, അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, അവരുമായിട്ട് സഹകരിക്കാം. പക്ഷെ ഇന്ത്യ റഷ്യയുമായിട്ട് സഹകരിച്ചുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ന്യായമാണ്? തീർച്ചയായിട്ടും അമേരിക്കയുടെ ഈ കടുംപിടുത്തം ഇന്ത്യ അമേരിക്ക ബന്ധത്തെ വളരെ മോശമായി ബാധിക്കുമെന്ന് മാത്രമല്ല, പീപ്പിൾ ടു പീപ്പിൾ റിലേഷനെ അത് മോശമായി ബാധിക്കുകയും അമേരിക്കക്കാരോടും അമേരിക്കൻ പ്രസിഡന്റിനോടും രാജ്യത്തോടുമുള്ള ഇന്ത്യക്കാരുടെ മനോഭാവം വളരെയധികം മാറാൻ ഇത് കാരണമാവുകയും ചെയ്യും. ഇന്ത്യക്കാരെങ്ങനെയാണോ ചൈനയെ കാണുന്നത്, ആ നിലയ്ക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ കാണാൻ തുടങ്ങും എന്നുള്ളതാണ് ഇതുകൊണ്ടുണ്ടാവുന്ന ഏറ്റവും വലിയ അപകടം. ഇതിന്റെ അപകടം ട്രംപിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇന്ത്യക്കാരുടെ ദേശീയ ബോധത്തെക്കുറിച്ച്, ഇന്ത്യക്കാരുടെ രാജ്യസ്നേഹത്തെക്കുറിച്ചൊന്നും ട്രംപിന് ഒരു ചുക്കും ചുണ്ണാമ്പ് പറഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അയാൾ വെറും ഒരു മണ്ടനെ പോലെ നിന്ന് പൊട്ടം കളിക്കുന്നത്. ഇന്ത്യക്കാരെ വെറുപ്പിച്ചുകൊണ്ട് ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കിയാലും ട്രംപിനും അമേരിക്കയ്ക്കും വലിയ ഗുണമൊന്നും അത് ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം ഇന്ത്യക്കാരുടെ ഉള്ളിലെ ദേശീയ ബോധം നന്നായി മനസ്സിലാക്കിയവരാണ് ബ്രിട്ടീഷുകാര്. നമ്മൾ ബ്രിട്ടന്റെ പ്രോഡക്റ്റുകൾ ഉപേക്ഷിച്ച് മെയ്ഡ് ഇൻ ഇന്ത്യ ഉപയോഗിച്ച് തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല. സ്വാതന്ത്ര്യ സമര കാലത്തോളം പഴക്കമുണ്ട് ആ ഒരു കീഴ്വഴക്കത്തിന്. അപ്പോ ഇന്ത്യക്കാരെ വെറുപ്പിച്ചതിലൂടെ സത്യത്തിൽ ട്രംപ് കാണിച്ചിരിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. ഒരു വലിയ വിപണിയാണ് അമേരിക്കൻ കമ്പനികളുടെ മുമ്പിൽ കൊട്ടിയടച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്നവര് ഇന്ത്യ റഷ്യ ബന്ധത്തെ നിങ്ങൾ വലിയ സംഭവമായിട്ട് കാണിക്കുമ്പോൾ നിങ്ങളും പാകിസ്ഥാനും തമ്മിലുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ച് സ്വയം അവർ വിലയിരുത്തേണ്ട ഒരു സമയം കൂടിയാണിത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.